കൊച്ചിയിൽ ഐ.ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ അറസ്റ്റിലായ 3 പേരെ റിമാൻഡ് ചെയ്തു. ഐ.ടി ജീവനക്കാരനായ യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച സംഘത്തിൽ സിനിമാ നടിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സൂചന. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭ്യമാകുന്ന വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് സദർലാൻഡ് ഐ.ടി ജീവനക്കാരനായ യുവാവിനെ ഒരു കൂട്ടം സംഘം എറണാകുളം നോർത്ത് പാലത്തിന് മുമ്പിൽ നിന്ന് വണ്ടി പാലത്തിന് വട്ടമിട്ട് തടഞ്ഞു നിർത്തി വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കിക്കൊണ്ട് പോവുകയും പറവൂരെത്തിച്ച് മർദ്ദിച്ച് അവശനാക്കി പിന്നീട് തോട്ടക്കാട്ടുകരയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിക്കാൻ സ്ഥിതിയുണ്ടായത്. ഈ ഒരു കേസിലാണ് ഇപ്പോൾ 3 പേരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. മിഥുൻ, അനീഷ്, സോനാമോൾ എന്നീ 3 പേരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് ഈ തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ചിരുന്ന കാറിനുള്ളിൽ മദ്യലഹരിയിൽ മലയാളത്തിലും തമിഴിലും അഭിനയിച്ചിരുന്ന പ്രമുഖയായ ഒരു സിനിമാ നടി ഉണ്ടായിരുന്നു എന്നൊരു വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ ഒരു വിവരത്തിൽ കുറെ കൂടി വ്യക്തതകൾ വരാനുണ്ട്. ഈ താരം ആരായിരുന്നു എന്നതിലും ഈ ഒരു സിനിമാ നടി ആരായിരുന്നു എന്നതിലും ഒക്കെ നമുക്ക് കുറെ കൂടി വ്യക്തതകൾ വരാനുണ്ട്. പക്ഷേ മലയാളത്തിലെ അടക്കം പ്രമുഖരായ നടന്മാർക്കൊപ്പം നായിക വേഷത്തിൽ അഭിനയിച്ചിട്ടുള്ള താരമാണ് ഈ ഒരു കാറിനുള്ളിൽ ഉണ്ടായിരുന്നത്. അതും അവർ ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഉണ്ടായിരുന്നത് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ ഒരു കാര്യത്തിൽ ഈ നടിയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നതാണ്. മാത്രവുമല്ല, ഈ നടിയെ അന്വേഷണത്തിന്റെ ഭാഗമാക്കുവാനുള്ള ഒരു ശ്രമം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നെല്ലാം കൂടുതലായി പോലീസ് വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ഒരു നടി ഈ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു എന്നൊരു വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. റീജിത്ത്. ശരി, അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.